ദൃശ്യയുടെ 20ാമത്തെ ബർത്ത്ഡേ. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഇന്നും 17ആണ്. ഞാനെങ്കിൽ വായനക്കും മതി ഓഫ് ചെയ്തു. അയ്യോ മുളക് അടിച്ചു. അത് ഇവിടെ 2 കുത്ത് നിക്കോ തുള്ളിക്കോ. ചാടാനാ. ഓക്കെ 1 2 3 സ്റ്റാർട്ട്. പൊന്ന ദൃശ്യം ഇങ്ങനൊന്നല്ല പോസ്റ്ററിൻ്റെത്. കാണിച്ചാരാ തന്നു കഴിഞ്ഞാ ഞങ്ങൾക്ക് പാടം മൂത്തകാലം എടുത്ത് തരും. അല്ലാണ്ട് ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. ആ ഓക്കെ ശരി. ആകാശത്തുമ്പിയായി ചുറ്റുമൊന്നു വട്ടമിട്ടു പാറിവാനേ ഓവർ. ഓക്കെ മതിയായി എനിക്ക്. എവിടെ ഇരിക്കുന്നു കണ്ടോ മഴക്കാർ. ഒരു മിനിറ്റ്. ദൃശ്യയുടെ 20ാമത്തെ ബർത്ത്ഡേ. 20 വയസ്സായി. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഇന്നും 17ആണ്. 17 വിട്ട് പോന്നിട്ടില്ല. ദൃശ്യയുടെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൃശ്യയുടെ ബർത്ത്ഡേക്ക് വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ വരികയാണ്. 8ാമത്തെ ബർത്ത്ഡേ. അതിന്ന് അതെ അത് നമ്മൾ ഭയങ്കര എഫോർട്ടൊന്നും ഇട്ടിട്ടില്ലെന്നാണ് ദൃശ്യ പറയണത്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നമ്മൾ അത്ര എഫോർട്ടൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത്രയും നാളായിട്ട് നമ്മൾ മിണ്ടാത്തയും സംസാരിക്കാത്തൊരു ദിവസം ഉണ്ടായിട്ടില്ല. എന്തുണ്ടെങ്കിലും ഓക്കെ നമ്മൾ സംസാരിക്കുക. എല്ലാ ദിവസവും എങ്ങനെ പോയാലും എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമ്മളെപ്പോഴും പറയും. അല്ലേ ദൃശ്യ? ദൃശ്യക്കൊന്നും പറയാനില്ലേ? പിന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ദൃശ്യെങ്കിലും പക്ഷെ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒന്നുമല്ല. എൻ്റെ ഒരു സ്വഭാവമേ അല്ല. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ എങ്കിലും ഇപ്പം എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോഴും ഓക്കെ എന്താണ് നിൻ്റെ സിറ്റുവേഷനാണെങ്കിൽ ഞാനാണെങ്കിലും നിൻ്റെ സിറ്റുവേഷൻ ഞാനാണെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ എന്ത് പറയണമെങ്കിലും അതിനൊന്നും തന്നെ ഒരു
എന്നെ ജഡ്ജ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്. എന്നാൽ ഞാൻ ചിന്തിക്കണോട്ട് ചിന്തിക്കേ അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കണോട്ട് പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് എൻ്റെ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ആദ്യം ചെന്ന് ഓടി വന്ന് പറയാൻ പറ്റുന്ന ഒരാള് ഈ ഒരാളെ പോലത്തെ ഇപ്പൊ തന്നെ കണ്ടില്ലേ മിണ്ടാതിരിക്കണത്. പക്ഷെ ഈ ഓഫ് ദ ക്യാമറ ആളിങ്ങനെയല്ല. പക്ഷെ എന്നിട്ട് സഹകരിച്ച് നമ്മൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ വലിയ തല്ലെടുത്തങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തുളുമ്പുമി ജീവസംഗീതം മൗനം സംഗീതം. എന്തെങ്കിലും ചെയ്ത് സിനിമാറ്റിക് ആണ്.